morning, dear students. Welcome to another session of online class. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഇക്വിറ്റി വാല്യുവേഷൻ മോഡൽസ് ആണ്. ഒരു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവർ എടുക്കുന്ന ഡിസിഷൻസ് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടിട്ടാണ്? ഇക്വിറ്റി വാല്യുവേഷനെ ബേസ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ വാല്യുവേഷൻ ബേസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പം എന്താണ് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ? വാല്യുവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അല്ലെങ്കിൽ പ്രോസസ് ടു അസസ് ദ ഫ്യൂച്ചർ പ്രൈസ് ഓർ ദ മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റ് വാല്യൂ ഓഫ് എൻ ഇക്വിറ്റി. അതല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ പ്രോസസ് ടു അസസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് എൻ അസറ്റ് ഓർ ലയബിലിറ്റി. വൈഡായിട്ട് പറയുകയാണെങ്കിൽ ഒരു അസറ്റിൻ്റെയോ ലയബിലിറ്റിയുടെയോ ഫ്യൂച്ചർ മാർക്കറ്റ് വാല്യൂ അസസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ അസസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാല്യുവേഷൻ കണ്ടക്ട് ചെയ്തിട്ടാണ്, വാല്യുവേഷൻ നടത്തിയിട്ടാണ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് അല്ലെങ്കിൽ വാല്യുവേഷൻസ് നടത്തുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണിയാണ്. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു രൂപ അല്ലെങ്കിൽ ഒരു രൂപയ്ക്ക് നാളെ അത്രയും വാല്യൂ ഇല്ല. ഇന്ന് കിട്ടുന്ന പണം ഇന്ന് മാക്സിമം കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഇൻവെസ്റ്റ് ചെയ്ത് അത് മാക്സിമം എന്ത് ചെയ്യാം? ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഒന്ന്. രണ്ട്, ഇൻഫ്ലേഷൻ റേറ്റ് മറ്റ് പല കാരണങ്ങളൊക്കെ കൊണ്ടും ആ ഒരു രൂപയ്ക്ക് നാളെ അത്രയും വാല്യൂ ഉണ്ടാകണം എന്നില്ല. അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ടൈം വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അത് മറ്റു രീതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നോ, അല്ലെങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്താൽ ഇത്ര ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കുമെന്നോ, അല്ലെങ്കിൽ നമ്മുടെ ലിക്വിഡിറ്റി, നമ്മുടെ കൈവശം പണം വയ്ക്കുമ്പോഴുള്ള ലിക്വിഡിറ്റി കുറയുമെന്നോ ഒന്നും, അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ടൈം വാല്യൂ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ടൈം വാല്യൂ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇനി നമ്മുടെ മറ്റ് ടോപ്പിക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ആണ്. Compounding is the process of computing the future value on the basis of the initial amount, interest and a number of years. Compounding എന്ന് പറയുന്നത് എന്താണ്? It is the process of computing the future value. Present value, interest rate, എത്ര നാളത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇക്കാര്യങ്ങളൊക്കെ വെച്ച് ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ്, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്? പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടാണ് പ്രസൻറ്റ് വാല്യൂ. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് ഇൻട്രസ്റ്റ് റേറ്റ്. എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഇയേഴ്സ്. അപ്പോൾ 100 രൂപ പ്രസൻറ്റ് വാല്യൂ, 10% ഇൻട്രസ്റ്റ് റേറ്റിൽ 2 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷത്തിന് ശേഷം ഉള്ള വാല്യൂവിനെയാണ് ഫ്യൂച്ചർ വാല്യൂ FV എന്ന് പറയുന്നത്. PV എന്ന് പറയുന്നത് 100 രൂപ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10%, ഇയർ എന്ന് പറയുന്നത് 2. ഈ പ്രോസസ്സിനെയാണ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രസൻറ്റ് വാല്യൂ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ, ഇൻട്രസ്റ്റ് പെർസെൻറ്റേജിൻ്റെ ബേസിൽ നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെ ബേസ്, അല്ലെങ്കിൽ അതൊക്കെ കണക്കിലെടുത്ത് ഫ്യൂച്ചർ വാല്യൂ കണക്കാക്കുന്ന ആ പ്രോസസ്സിനെയാണ് എന്തായിട്ട് പറയുന്നത്? കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്.
ദെൻ ഫ്യൂച്ചർ വാല്യൂ കോമ്പൗണ്ടിങ് ഇക്വേഷൻ ഉണ്ട്. ഫ്യൂച്ചർ വാല്യൂ ഈസ് ഈക്വൽ ടു പി വി ഇൻറ്റു 1+r⁻n. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് കൂടുതൽ അക്കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇല്ലസ്ട്രേഷൻ 1ഉം അതുപോലെ തന്നെ ഇല്ലസ്ട്രേഷൻ 2ഉം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പുതിയതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസ്കൗണ്ടിങ് ആണ്. ഡിസ്കൗണ്ടിങ് ഈസ് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് കോമ്പൗണ്ടിങ്. ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂ തന്നിട്ട് ഇൻട്രസ്റ്റ് റേറ്റും ഇയറും ഒക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ പറയുകയാണ് നമ്മുടെ കയ്യിൽ നേരത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നേരത്തെ എക്സാമ്പിൾ കോമ്പൗണ്ടിങ്ങിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് 100 രൂപ 10% ഇൻട്രസ്റ്റിൽ 2 വർഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ വർഷം നമ്മൾക്ക് എന്ത് കിട്ടുന്നു, 121 രൂപയായിട്ട് മാറുന്നത്. ദെൻ ഡിസ്കൗണ്ടിങ് അതിൻ്റെ ഓപ്പോസിറ്റ് പറയുന്നു, 121 രൂപ നമുക്ക് ഫ്യൂച്ചർ വാല്യൂ ഉണ്ട്, അത് 2 വർഷം 10% റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപയായിരിക്കും അന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 രൂപ ആൻസർ കിട്ടണം. അതാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്കൗണ്ടിങ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് പ്രസൻറ്റ് വാല്യൂ. ഡിസ്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് പ്രസൻറ്റ് വാല്യൂ ബേസ്ഡ് ഓൺ ഫ്യൂച്ചർ വാല്യൂ, ദ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ദ നമ്പർ ഓഫ് പീരീഡ്സ്. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ ദ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു പി വി ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് കാണേണ്ടത് പ്രസൻറ്റ് വാല്യൂ ആണ്. പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ഫെയർ വാല്യൂ ഡിവൈഡഡ് ബൈ 1+r⁻n. ഫെയർ വാല്യൂ ഡിവൈഡ് ബൈ 1+r⁻n. ഇനി ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതിൻ്റെ സെയിം എക്സാമ്പിൾ തന്നെ റിവേഴ്സ് ഓർഡറിലാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, വി വാണ്ട് ടു നോ വാട്ട് എമൗണ്ട് ടു ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് അറ്റ് 10% ഇൻട്രസ്റ്റ് ടു ഗെറ്റ് ₹121 ആഫ്റ്റർ 2 years. അതായത് നമുക്കറിയണം എന്താണ്, 121 രൂപ 10% ഇൻട്രസ്റ്റിൽ 2 വർഷം കഴിഞ്ഞ് കിട്ടിയത്. ആ എമൗണ്ട് കിട്ടണമെങ്കിൽ എത്ര രൂപയായിരിക്കും 2 വർഷം മുൻപ് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്. അതിനാണ് ഇക്വേഷൻ. പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു, ആ ടെക്സ്റ്റിൽ ഇവിടെ എഫ് കഴിഞ്ഞ് സ്ലാഷ് ആണ്, അല്ല എഫ് വി ആണ് കേട്ടോ. പി വി ഈസ് ഈക്വൽ ടു എഫ് വി എന്ന് പറയുന്നത് എന്താണ്, ഫ്യൂച്ചർ വാല്യൂ ആണ്. വളരെ ചെറിയ ഇക്വേഷനാണ്, പഠിച്ചാൽ മതി. പി വി ഈസ് ഈക്വൽ ടു എഫ് വി 1+r⁻n, എഫ് ഇൻറ്റു 1+r⁻1 എന്നുള്ളതാണ്. എഫ് ഇ ഡിവൈഡഡ് ബൈ, അങ്ങനെയാണ് എഫ് ഇ ഡിവൈഡഡ് ബൈ 1+r⁻n എന്നുള്ള ഇക്വേഷനാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ വി എന്നുള്ളത് വിട്ടുപോയിരിക്കുകയാണ്. ഡിവിഷൻ ഉണ്ട്, പക്ഷേ വി വിട്ടുപോയിരിക്കുകയാണ്. അത് കുട്ടികൾ ശ്രദ്ധിക്കണം ആ ഇക്വേഷൻസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്താണ്, അവിടെ ക്വസ്റ്റ്യൻ ചെയ്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം നമുക്ക് 100 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ സെയിം ഇക്വേഷനാണ്, 100 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലായി. ഇനി ദ മൾട്ടിപ്ലയർ, ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1+r⁻n ഈസ് കോൾഡ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. നേരത്തെ പറഞ്ഞ പോലെ പി വി എഫ് വെച്ചിട്ടും ഇത് ചെയ്യാം. പി വി എഫ് വെച്ചിട്ട് ചെയ്യുന്ന ഇക്വേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. പി വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു പി വി എഫ് ദെൻ ആർ എൻ എന്നുള്ള റേഷ്യോയിലും ഇത് ചെയ്യാൻ സാധിക്കും. ഒരെണ്ണം പഠിച്ചു വെച്ചാലും മതി, കുഴപ്പമില്ല. ദെൻ ഇല്ലസ്ട്രേഷൻ 3, ഒരു ഇല്ലസ്ട്രേഷൻ കൂടിയുണ്ട്. വാട്ട് ഈസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹1000 ടു ബി റിസീവ്ഡ് ആഫ്റ്റർ 5 years ഇഫ് ടു ബി ഇൻവെസ്റ്റഡ് അറ്റ് 6% പെർ ആനം. സംഗതി ഇത്രയേ ഉള്ളൂ. 5 വർഷത്തേക്ക് 6% ഒരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് 1000 രൂപയാണ് കിട്ടിയത്. 5 വർഷത്തേക്ക് 6% വെച്ച് ഒരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 1000 രൂപയാണ് ഫ്യൂച്ചർ വാല്യൂ കിട്ടിയത്. ദെൻ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക? 5 വർഷം മുൻപ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 5 വർഷം മുൻപ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് നമുക്ക് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയാം, അല്ലേ? അന്നത്തെ വാല്യൂവിനെയാണ് പ്രസൻറ്റ് വാല്യൂ, അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. ദെൻ പി വി ഈസ് ഈക്വൽ ടു എഫ് വി ഡിവൈഡഡ് ബൈ 1+r⁻n. മനസ്സിലായല്ലോ? അപ്പോൾ പി വി ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ എന്താണ്? ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് 1000 ആണ്. 1000 ഡിവൈഡ് ബൈ 1+r, r എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ്.
6% എന്ന് പറയുന്നത് 0.06 അല്ലേ? അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പി വി ഈക്വൽ ടു 747.38. അതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് മീൻസ് ദാറ്റ് വി വാണ്ട് ടു ഇൻവെസ്റ്റ് rupees 747.38 ടുഡേ ടു ഗെറ്റ് rupees 1000 ആഫ്റ്റർ 5 years അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ 5 വർഷം കഴിഞ്ഞ് 1000 രൂപ കിട്ടണമെങ്കിൽ 6% പലിശയിൽ 1000 രൂപ കിട്ടണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ പറയില്ലേ, ഇപ്പം 10 വർഷത്തിന് ശേഷം നമുക്ക് ഇത്ര രൂപ കടം കൊടുക്കാനുണ്ട്, അത് കിട്ടണമെങ്കിൽ നമ്മൾ ഇപ്പോൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നോക്കുന്ന പോലെയുള്ളൊരു കാര്യമാണത്. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്നാണ്, DCF. അപ്പോൾ DCF ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ എല്ലാ വാല്യുവേഷൻ മോഡൽസും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ വാല്യുവേഷൻ്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ ഇതിനെ DCF പഠിക്കുമ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നമുക്കറിയണം. എന്താണ് DCF, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്? ആ വാല്യുവേഷൻ പ്രോസസ്സ് എന്താണ്, അതിൻ്റെ അനാലിസിസ് എന്താണ്? DCF അനാലിസിസ് യൂസസ് ഫ്യൂച്ചർ ഫ്രീ ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻസ് ആൻഡ് ഡിസ്കൗണ്ട്സ് ദം ടു അറൈവ് അറ്റ് എ പ്രസൻറ്റ് വാല്യൂ which is used to evaluate the potential for investment. DCFന് നമ്മൾ പ്രധാനമായിട്ടും കണക്കാക്കപ്പെടുന്നത് അല്ലെങ്കിൽ കണക്കിലെടുക്കുന്നത് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻസ് ആണ്. ദെൻ അതിന് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നു പ്രസൻറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടി. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ആണ് ഉണ്ടായിരിക്കുക. ഒന്ന് ഡിവിഡൻറ്റിൻ്റെ ക്യാഷ് ഫ്ലോ, മറ്റൊന്ന് ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് അല്ലേ? ഒരു ഇക്വിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോ ഉപയോഗിച്ചിട്ടാണ്. ഫ്യൂച്ചർ ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത് 2 രീതിയിലാണ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഉള്ളത്. ഒന്ന് ഡിവിഡൻറ്റ്, അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റ് ഇൻകം. മറ്റൊന്ന് അത് വിറ്റ് കിട്ടുന്ന പണം. ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രസൻറ്റ് വാല്യൂയിലേക്ക് ഡിസ്കൗണ്ട് ചെയ്ത് പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. DCF uses the future free cash flows of the company discounted by the firm's weighted average cost of capital. അതിനെ ഡിസ്കൗണ്ട് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ടാണ്. വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുമ്പോൾ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ഓൾ ദ ക്യാപിറ്റൽ യൂസ്ഡ് ഇൻ ദ ബിസിനസ് ഇൻക്ലൂഡിങ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഇക്വിറ്റി മാത്രമല്ല, കടം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നോക്കുന്നു. പ്ലസ് എ റിസ്ക് ഫാക്ടർ മെഷേർഡ് ബൈ ബീറ്റ. ദെൻ അതിൻ്റെ കൂടെ എന്തുകൂടി ആഡ് ചെയ്യുന്നു? റിസ്ക് ഫാക്ടർ മെഷേർഡ് ബൈ ബീറ്റ. ദെൻ ബീറ്റ ഈസ് ആൻ അഡ്ജസ്റ്റ്മെൻറ്റ്. എന്താ ബീറ്റ എന്ന് പറയുന്നത്? ബീറ്റ ഈസ് ആൻ അഡ്ജസ്റ്റ്മെൻറ്റ് ദാറ്റ് യൂസസ് ഹിസ്റ്റോറിക് ഡാറ്റ ടു മെഷർ ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ കമ്പനീസ് ക്യാഷ് ഫ്ലോ. ബീറ്റ എന്ന് പറയുന്നത് അത് ഹിസ്റ്റോറിക് ഡാറ്റ വെച്ച് എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യുന്നു. റിസ്ക് ഫാക്ടർ മെഷർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ബീറ്റ. അപ്പോൾ റിസ്ക് ഫാക്ടർ കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോൻ്റെ PV കാണുന്നത്. ഈ DCF മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പം ഈ ബീറ്റ മെത്തേഡിൽ നമുക്ക് സൈക്ലിക്കൽ ബിസിനസ്സൊക്കെ ആണെങ്കിൽ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കും. The DCF method is a strong valuation tool as it concentrates on cash generation potential of a business. നമ്മൾ ക്യാഷ് ജനറേഷൻ പൊട്ടൻഷ്യല് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാരണമുണ്ട്. ഒരു ഇക്വിറ്റിയുടെ ഡിവിഡൻറ്റും അതിൻ്റെ സെയിൽസ് വാല്യൂക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാരണമുണ്ട്. റിസ്ക് കൂടി കണക്കിലെടുക്കുന്ന കാരണമുണ്ട്. അതൊരു എഫക്റ്റീവ് ടൂളാണെന്ന് പറയുന്നു. One way to look at value of business is to look at future cash inflows and discount them at a rate which approximately incorporate risk for the nature of the business and the management of the company. ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം? ഫ്യൂച്ചറിൽ കിട്ടുന്ന ഡിവിഡൻസും അതിൻ്റെ റിസ്ക്കും, ആ റിസ്ക് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ നേച്ചറും മാനേജ്മെൻറ്റിൻ്റെ കപ്പാസിറ്റിയൊക്കെ വെച്ചിട്ടുള്ള റിസ്ക്
കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്ന PV ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് എ ബിസിനസ് എന്ന് പറയുന്നത്. ഇൻ ദിസ് അപ്രോച്ച് വി വിൽ ടേക്ക് ഓൾ ഫ്യൂച്ചർ ഡിവിഡൻഡ്സ്, ഡിസ്കൗണ്ട് ദം at the risk adjusted expected rate of return and will arrive at a net present value at the discount rate would be the share value of the business. ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ അപ്രോച്ചിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫ്യൂച്ചർ ഡിവിഡൻസും എടുക്കുന്നു, ദെൻ ഡിസ്കൗണ്ട് ദം അറ്റ് ദ റിസ്ക് അഡ്ജസ്റ്റഡ്, അതിനെ ഡിസ്കൗണ്ട് ചെയ്യുന്നു. റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ടിങ് നടത്തുന്നു. റിസ്ക് കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ടിങ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് വിൽ അറൈവ് അറ്റ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ അറ്റ് ദ ഡിസ്കൗണ്ട് റേറ്റ് വുഡ് ബി ദ ഷെയർ വാല്യൂ ഓഫ് ദ ബിസിനസ്. മനസ്സിലായല്ലോ? അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് ഷെയർ വാല്യൂ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇഫ് ദ വാല്യൂ അറൈവ്ഡ് അറ്റ് ത്രൂ DCF അനാലിസിസ് ഈസ് ലോവർ ദാൻ ദ കറൻറ്റ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദ ഓപ്പർച്യൂണിറ്റി മേ ബി എ ഗുഡ് വൺ. നമ്മുടെ ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ കുറവാണെങ്കിൽ അത് വലിയ കുഴപ്പമില്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. ഇൻ പ്രാക്ടീസ് എവരി ഇൻവെസ്റ്റർ കാൽക്കുലേറ്റ്സ് ദിസ് നമ്പേഴ്സ് അറ്റ് ദ ബാക്ക് ഓഫ് ദ മൈൻഡ് ഓർ ദർ ആർ ബെഞ്ച് മാർക്സ്, ഹയർ ബെഞ്ച് മാർക്സ്. അപ്പോൾ ഈ നമ്മുടെ എല്ലാവരെയും ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിൽ ഇതൊരു ബെഞ്ച് മാർക്കായിട്ട് ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. ഹയർ ദ ഗ്രോത്ത്, higher will be the value of business and higher the risk, lower will be the value of business. ഗ്രോത്ത് കൂടും എന്താണ് ഹയർ ദ ഗ്രോത്ത് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ വാല്യൂ കൂട്ടുന്നു. അതേപോലെ തന്നെ റിസ്ക് കൂടുമ്പോൾ ബിസിനസ്സിൻ്റെ വാല്യൂ കുറയുന്നു. ദ ഹയർ റിസ്ക് കുഡ് മീൻ ഹയർ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആൻഡ് ദാറ്റ് വുഡ് ഡിഫ്ലേറ്റ് ക്യാഷ് ഫ്ലോസ് മോർ ആൻഡ് ഗിവ് അസ് എ ലോവർ നെറ്റ് പ്രസൻറ്റ് വാല്യൂ. റിസ്ക് കൂടുന്തോറും അതിന് ഡിഫ്ലേഷൻ സംഭവിക്കുന്നു, നമുക്കൊരു ലോവർ പ്രസൻറ്റ് വാല്യൂവിലേക്ക് ആണ് നമുക്ക് എത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് മേടിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം DCFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് DCFിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഫ്യൂച്ചർ ഡിവിഡൻറ്റിൻ്റെ ഓൾ ഫ്യൂച്ചർ ഡിവിഡൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് കിട്ടാവുന്ന ഓൾ ഫ്യൂച്ചർ ഡിവിഡൻറ്റൊക്കെ നമ്മൾ എടുക്കുന്നു. ദെൻ അതിനെ റിസ്ക് ഫാക്ടറും വെച്ച് ഡിസ്കൗണ്ട് ചെയ്യുന്നു. അത് ഡിസ്കൗണ്ട് ചെയ്യുന്നു. ദെൻ എന്താണ് അറ്റാച്ച്ഡ് വിത്ത് എന്താണ് റിസ്ക് ഫാക്ടർ. ദെൻ ആ കിട്ടുന്ന ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ആ ഷെയർ വാല്യൂ ഓഫ് ദി ബിസിനസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെ കിട്ടുന്ന ഷെയർ വാല്യൂ ഈ DCF അനാലിസിസിലൂടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് കറണ്ട് കോസ്റ്റിനേക്കാൾ കുറവാണെങ്കിൽ, ഇപ്പോഴത്തെ ഷെയർ പ്രൈസിനേക്കാൾ കുറവാണെങ്കിൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു ബൈ ദ ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയും. അത് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, നമുക്ക് വാങ്ങാം. ഇനി എന്താണ് ഇൻ പ്രാക്ടീസ് എവരി ഇൻവെസ്റ്റർ കാൽക്കുലേറ്റ് ദ നമ്പർ അറ്റ് ദ ബാക്ക് ഓഫ് ഹിസ് മൈൻഡ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ നമ്പർ, ഇതിൻ്റെ എമൗണ്ട്, ഇതിൻ്റെ റേഷ്യോ, ഈ DCFൻ്റെ എമൗണ്ട് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇത് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇതൊരു ബെഞ്ച് മാർക്കായിട്ട് വെച്ചിട്ടാണ് അവർ ഡിസിഷൻസ് എടുക്കുന്നതെന്ന് പറയുന്നു. Then thus it is clear that valuation process is centered on present value, which is computed as the discount value of future stream of benefits. അല്ലേ? അപ്പോൾ DCF എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ സ്ട്രീം ഓഫ് ബെനിഫിറ്റ്സിനെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന വാല്യുവേഷനാണ്. ഫ്യൂച്ചർ സ്ട്രീം ഓഫ് എന്താണ് ഡിവിഡൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ സ്ട്രീം ഓഫ് ബെനിഫിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആ സ്ട്രീം ഓഫ് ബെനിഫിറ്റ്സിനെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന വാല്യുവേഷനാണ് DCF എന്ന് പറയുന്നത്. വാല്യുവേഷൻ പ്രോസസ് ഈസ് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ഇൻ ദ കേസ് ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇറ്റ് ഈസ് റാദർ കോംപ്ലിക്കേറ്റഡ് ഇൻ ദ കേസ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഈ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ ബേസ് ചെയ്ത് നടത്തുന്ന പഠനമായതുകൊണ്ട് തന്നെ DCF ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠനം നടത്തുന്നത് എന്നുള്ളത് കാരണം കൊണ്ട് തന്നെ ഇക്വിറ്റി വാല്യുവേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ആസ് ഇൻ ദ കേസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്സ്. അതായത് പ്രിഫറൻസ് ഷെയർസിന് നമുക്കറിയാം ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് അവർക്കുണ്ട്, അവർക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ
ബോണ്ടിന് അതുപോലെ തന്നെ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ഡിബഞ്ചേഴ്സിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ് DCF ഉപയോഗിച്ച്. ഏതിനേക്കാളും ഇക്വിറ്റി സിസ്റ്റത്തിനേക്കാൾ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണ്. അതേസമയം ഇക്വിറ്റി വാല്യുവേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി കോംപ്ലക്സ് ആണെന്ന് പറയും. ദെൻ നമുക്ക് ഇക്വിറ്റി വാല്യുവേഷൻ നോക്കാം. നമുക്ക് ദെൻ ഇക്വിറ്റി വാല്യുവേഷനിൽ നമുക്കറിയാം ഇക്വിറ്റി എന്ന് പറയുന്ന ഇക്വിറ്റി ക്യാപിറ്റൽ, ഓണേഴ്സിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്, അല്ലെങ്കിൽ റിട്ടേൺഡ് ഏണിങ്സ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പാസ്റ്റിലെ ഒരു അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നൊക്കെ എടുത്ത് ഉള്ള എമൗണ്ട് അടക്കമുള്ള എമൗണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നടത്തുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതിനെ സംബന്ധിച്ച്, ഇക്വിറ്റി വാല്യുവേഷൻ സംബന്ധിച്ച്. ദെൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദ വാല്യൂ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഓൺ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ ഫേം. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നതിൽ ഇതൊക്കെ വരുന്നു. എന്താണ് ഇക്വിറ്റി പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത്? അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് മാർക്കറ്റ് ഒബ്സർവേഴ്സ് use both theoretical concepts and empirical data to reach meaningful investment conclusions. സാധാരണഗതിയിൽ തിയറിറ്റിക്കൽ കൺസെപ്റ്റും അതുപോലെ തന്നെ എംപിരിക്കൽ ഡാറ്റാസും ഒക്കെ തന്നെ മാർക്കറ്റ് ഒബ്സർവേഴ്സ് ഉപയോഗിക്കുന്നു ഇത് മനസ്സിലാക്കാൻ വേണ്ടി. ദെൻ തിയറിറ്റിക്കൽ ഡാറ്റാസ് ഓർ കൺസെപ്റ്റ്സ് attempts to identify the way stock should be valued. തിയറിറ്റിക്കൽ കൺസെപ്റ്റിൽ എങ്ങനെയാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. വേറെസ് ഇൻ എംപിരിക്കൽ ഡാറ്റ കോൺസെൻട്രേറ്റ്സ് ഓൺ ഹൗ സ്റ്റോക്സ് ഹാവ് ബീൻ വാല്യൂഡ്. സ്റ്റോക്സ് എങ്ങനെ വാല്യൂ ചെയ്യുന്നു, മറ്റത് ഏത് രീതിയിൽ, ദ വേ സ്റ്റോക്ക് ഷുഡ് ബി വാല്യൂഡ്. ഇതാണ് തിയറിറ്റിക്കൽ ബേസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏത് വിധത്തിലാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നു. അതേസമയം ഈ എംപിരിക്കൽ മെത്തേഡിൽ ഹൗ സ്റ്റോക്സ് ഹാവ് ബീൻ വാല്യൂ, എങ്ങനെ വാല്യൂ ചെയ്യും എന്ന് മനസ്സിലാക്കും. ഡ്യൂ ടു കോൺട്രിബ്യൂഷൻസ് ഓഫ് എ നമ്പർ ഓഫ് ഇക്കണോമിസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് വി നൗ ഹാവ് എ സൗണ്ട് ബേസ് ഓഫ് തിയറിറ്റിക്കൽ കൺസെപ്റ്റ്സ് ഓൺ ഇക്വിറ്റി വാല്യുവേഷൻ. അല്ലേ, ഒരുപാട് ഇക്കണോമിസ്റ്റുകളുടെയും ഫിനാൻഷ്യൽ അനലിസ്റ്റുകളുടെയൊക്കെ കോൺട്രിബ്യൂഷൻസിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ വളരെ സൗണ്ടായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ഉണ്ട്. എന്തിനു വേണ്ടി? ഇക്വിറ്റി വാല്യുവേഷന് വേണ്ടി. ഷെയർ വാല്യുവേഷൻ ഈസ് മെയ്ഡ് ടു നോ ദ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ ഷെയർ. അല്ല, ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ചുകൂടി ഷെയറിൻ്റെ വാല്യുവേഷൻ ഈസ് ബേസ്ഡ് ഓൺ അസറ്റ്സ്. അല്ലേ, അസറ്റ് വാല്യുവേഷൻ മെത്തേഡ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഇൻട്രിൻസിക് വാല്യൂ ബേസിലാണ് നടത്തുന്നത്. The intrinsic value of a share is the present value of all future amounts to be received in respect of ownership of that share calculated at an appropriate discount rate. അപ്പോൾ നമുക്ക് എന്താണ് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ ഷെയർ എന്ന് നോക്കുകയാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് the intrinsic value of a share is the present value of all future amounts to be received in respect of the ownership of that share calculated at an appropriate discount rate. Intrinsic value is the true value of an asset regardless of the market price. ശരിക്കും പറഞ്ഞാൽ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ട്രൂ വാല്യൂ ഓഫ് എൻ അസറ്റ് റിഗാർഡ്ലെസ് ഓഫ് ദ മാർക്കറ്റ് പ്രൈസ് ആണ്. മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ടല്ലാതെ തന്നെ അസറ്റിൻ്റെ ട്രൂ വാല്യൂവിനെയാണ് നമ്മൾ സാധാരണ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. When an analyst determines a stock's intrinsic value is greater than its market price. ഒരു അനലിസ്റ്റ് ഒരു സ്റ്റോക്കിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടുതലായിട്ട് കണക്കാക്കപ്പെടുകയാണെങ്കിൽ ദ അനലിസ്റ്റ് ഇഷ്യൂസ് എ ബൈ റെക്കമെൻഡേഷൻ. അനലിസ്റ്റ് എന്ത് ചെയ്യുന്നു? അത് വാങ്ങാം. ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടുതലായിട്ട് കണ്ടെത്തുകയാണെങ്കിൽ അത് നമുക്ക് അനലിസ്റ്റ് എന്ത് പറയുന്നു? അത് വാങ്ങാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഷെയറാണ്. അതല്ല, ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ അത് വാങ്ങേണ്ട എന്ന് പറയുന്നു, എന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് റിസ്ക് പ്രീമിയമാണ്. റിസ്ക് പ്രീമിയം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
നമുക്കൊരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരുപാട് സാധ്യതകളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗവൺമെൻറ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ട്രഷറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മറ്റ് ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇവിടെയൊക്കെയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് വെച്ചാൽ ബാങ്കിൽ നമ്മൾ FD ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 5% അല്ലെങ്കിൽ 5.5% ഒക്കെയാണ്. അതേസമയം നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 12%, 13% ഒക്കെ എന്ത് കിട്ടാം, ഡിവിഡൻഡ് കിട്ടാം. The difference between these two is known as risk premium. അപ്പോൾ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ട്രഷറിയിലോ ഡെപ്പോസിറ്റ് ചെയ്യാതെ റിസ്ക് എടുത്തുകൊണ്ട് സെക്യൂരിറ്റിയിൽ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഡിഫറൻസ് ഇറ്റ് ഈസ് നോൺ ആസ് റിസ്ക് പ്രീമിയം. റിസ്ക് എടുക്കുന്നതിന് അഡീഷണൽ ആയിട്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് റിസ്ക് പ്രീമിയം. ഇതാണ് നമുക്ക് സാധാരണ റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. 2 approaches are adopted for the valuation of an equity share. 2 രീതിയിൽ ഇക്വിറ്റി ഷെയർ വാല്യുവേഷനെ അല്ലെങ്കിൽ എന്താണ് റിസ്ക് ഫ്രീ എന്നുള്ളതല്ല, ഇക്വിറ്റി ഷെയർ വാല്യുവേഷനെ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് ഡിവിഡൻഡ് അപ്രോച്ചസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്രൈസ് ഏർണിങ്സ് അപ്രോച്ച്. അപ്പോൾ 2 രീതിയിൽ ഇക്വിറ്റി വാല്യുവേഷൻ നമുക്ക് നടത്താം. 2 രീതിയിൽ ഈ ബേസിൽ 2 അപ്രോച്ചസ് ഉണ്ട്. ഒന്ന് ഡിവിഡൻഡ് അപ്രോച്ചസും ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പ്രൈസ് ഏർണിംഗ് അപ്രോച്ചസ്. ദെൻ ഡിവിഡൻഡ് അപ്രോച്ചസിൽ നമുക്ക് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ, DDM, ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ. ദെൻ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ ഈസ് എ ഡിവിഡൻഡ് ബേസ്ഡ് വാല്യുവേഷൻ മോഡൽ based on a discount formula to estimate the present value of a stock based on assumptions about its future dividend performance. ചുരുക്കം പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇത് മനസ്സിലാകാത്ത കുട്ടികൾക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നു എന്താണ് DDM, ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറയുന്നത് എന്താണ്, ഡിവിഡൻഡ് ബേസ്ഡ് വാല്യുവേഷൻ മോഡലാണ്. ഈ ഡിവിഡൻഡ് വാല്യുവേഷൻ മോഡലിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുന്ന എന്താണ്, ഇവിടെ ഡിസ്കൗണ്ട് ചെയ്യുന്നു, പ്രസൻറ്റ് വാല്യൂ കാണാൻ വേണ്ടി നമ്മുടെ ഫ്യൂച്ചർ ഡിവിഡൻറ്റിനെ ഡിസ്കൗണ്ട് ചെയ്ത് പ്രസൻറ്റ് വാല്യൂ കാണുന്ന മെത്തേഡാണ്. ദിസ് മോഡൽ ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റർ ക്യാൻ റീസണബിളി എക്സ്പെക്റ്റ് ടു പേ ഫോർ എ സ്റ്റോക്ക് ഇഫ് ഇറ്റ് പേസ് കൺസിസ്റ്റൻ്റ്ലി ഇൻക്രീസിങ് ഡിവിഡൻസ് ഈച്ച് ഇയർ. അല്ലേ, ഇവിടെ നമ്മളെന്താണ് ഒരു ഇൻവെസ്റ്റർക്ക് എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും, എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഡിവിഡൻഡ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കിട്ടണമെങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇഫ് ദ മോഡൽ ഗിവ്സ് എ പ്രസൻറ്റ് വാല്യൂ ദാറ്റ് ഈസ് ഹയർ ദാൻ ദി കറൻറ്റ് പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്, ദെൻ ദ സ്റ്റോക്ക് ഈസ് അണ്ടർവാല്യൂഡ് ആൻഡ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. സ്റ്റോക്കിനേക്കാൾ കൂടുതലാണ് അല്ലെങ്കിൽ കറണ്ട് പ്രൈസിനേക്കാൾ കൂടുതലാണ് പ്രസൻറ്റ് വാല്യൂ നമുക്ക് കിട്ടുന്നതെങ്കിൽ, ഈ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലിൽ കറണ്ട് പ്രൈസിനേക്കാൾ കൂടുതൽ വാല്യൂ ആണ് നമുക്ക് പ്രസൻറ്റ് വാല്യൂ ആയിട്ട് കിട്ടുന്നതെങ്കിൽ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണ്, നമുക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങാം. ഇഫ് ദ മോഡൽ ഗീവ്സ് എ പ്രസൻറ്റ് വാല്യൂ ദാറ്റ് ഈസ് ഹയർ ദാൻ ദ കറണ്ട് പ്രൈസ്, ദെൻ ദ സ്റ്റോക്ക് ഈസ് അണ്ടർ വാല്യൂഡ് ആൻഡ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൽ ആ റിട്ടേൺ കൊണ്ട് തന്നെ ആ PV ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ, പ്രസൻറ്റ് വാല്യൂ നമ്മുടെ കറണ്ട് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ആ ഡിവിഡൻഡ് കൊണ്ട് മാത്രം തന്നെ നമുക്ക് ഹൈ റിട്ടേൺ കിട്ടുന്ന മീനിങ് ആണ്. അതേസമയം ഒരുപാട് താഴെയാണ് PV എന്നുണ്ടെങ്കിൽ അത് ഓവർ വാല്യൂഡാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള റിട്ടേൺസ് കിട്ടില്ല, അല്ലെങ്കിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. One of the key aspects of the dividend discount model is that it uses a discounting method to estimate the present value of a stock. അപ്പോൾ അവിടെ ഡിസ്കൗണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. This simply means that formula takes into account the investor's required rate of return rather than simply adding up the hypothetical dividend payments. ഇവിടെ നമ്മൾ പരിഗണിക്കുന്നത് ഇൻവെസ്റ്ററുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. എത്ര റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക്
ആവശ്യമുണ്ട് എന്നുള്ളതാണ് കൂടുതൽ പരിഗണിക്കപ്പെടുന്നത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഇൻക്ലൂഷൻ ഓഫ് ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ ഡിസ്കൗണ്ട് റേറ്റ് മീൻസ് ദാറ്റ് ദ dividend discount model yields the present value of a stock based on what an individual investor wants to gain. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് തന്നെ ഈ DDM മോഡൽ ഉപയോഗിച്ച് നമ്മൾ ഏത് ഷെയറാണോ അസസ് ചെയ്യുന്നത് ആ അസസ് ചെയ്യുന്ന ഷെയറിൻ്റെ വില കൃത്യമായിട്ട് PV കൃത്യമായിട്ട് നമുക്കറിയാൻ സാധിക്കും. പ്രസൻറ്റ് വാല്യൂ കൃത്യമായിട്ട് നമുക്ക് ഗെയിൻ ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ടുള്ള ഗെയിൻ അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ DDM അത്തരമൊരു മോഡലാണ്. അപ്പോൾ DDM ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നത്? ഇവിടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ച് DDM എന്ത് ചെയ്യുന്നു? പ്രസൻറ്റ് വാല്യൂ കണക്കാക്കപ്പെടുന്നു. ഇതെന്താണ്? ആ സ്റ്റോക്കിൽ എന്ത് റിട്ടേൺ സാധിക്കും, മനസ്സിലായല്ലോ, അല്ലെങ്കിൽ എന്ത് വാല്യൂ നമുക്കതിന് ഉണ്ടായിരിക്കും എന്ന് അസസ് ചെയ്യാൻ സാധിക്കും. ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചുകൂടി കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കാണ്. ഇതുവരെ നമ്മൾ തിയറി ബേസ്ഡ് ആണ്, കുറച്ചൊക്കെ പ്രോബ്ലം എന്ന് പറയാൻ സാധിക്കില്ല ഇനി, പക്ഷേ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ദ ഫോളോയിങ്. ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ DDM നമുക്ക് വീണ്ടും തരംതിരിക്കാം, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽസ്, രണ്ട് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽസ്, മൂന്ന് മൾട്ടിപ്ലയർ അപ്രോച്ച്. മൂന്ന് രീതിയിലുണ്ട്. ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡലുണ്ട്, ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലുണ്ട്, മൾട്ടിപ്ലയർ അപ്രോച്ച് ഉണ്ട്. ഇനി നമുക്ക് ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ എന്താണെന്ന് നോക്കാം. The dividend capitalization model is a specialized case of equity evaluation, where the value of the equity is the present value of expected future dividends. അപ്പോൾ വാല്യൂ ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഡിവിഡൻറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് വാല്യൂ ഓഫ് ദ ഇക്വിറ്റി എന്ന് പറയുന്നത്. The major revenue that come from the holding of a share are the annual dividends and the sale proceeds of the share at the end of the holding period. The these two incomes, that is എന്താണ്? The dividend income and the sales proceeds of the equity. ഇതിനെയാണ് the two incomes എന്ന് പറയുന്നത്. These two incomes are to be discounted to find their present value using a discount rate, that is the rate of അല്ലെങ്കിൽ that is the return required by the investor. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിട്ടേണിൽ ഈ ഷെയറിൻ്റെ ഡിസ്കൗണ്ടിങ് നടത്തുന്നു. എന്തിൻ്റെ ഡിസ്കൗണ്ടിങ് ആണ്? ഒരു ഷെയർ ഇക്വിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രണ്ട് ഇൻകമാണുള്ളത്. ഒന്ന് ഡിവിഡൻഡ് ഇൻകവും, മറ്റൊന്ന് അതിൻ്റെ സെയിൽസ് പ്രൊസീഡ്സും. ഇക്വിറ്റി ഷെയറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒന്ന് ഡിവിഡൻറ്റും മറ്റൊന്ന് സെയിൽസ് പ്രൊസീഡ്സുമാണ്, അത് വിൽക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ടും. ഈ രണ്ട് ഇൻകത്തിൻ്റെയും ഡിസ്കൗണ്ട് ചെയ്യപ്പെടുന്നത് എന്ത് വെച്ചിട്ട്? നമ്മുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ വെച്ച്. അതാണ് നമ്മൾക്ക് കിട്ടുന്ന പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഫോളോയിങ് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ്ഡ് അണ്ടർ ദിസ് മെത്തേഡ്. ഇതിലും പല മെത്തേഡുകളുണ്ട്. നമ്മൾ ഈ പറയുന്ന രണ്ട് വാല്യൂ ആണുള്ളത്, എന്താണ്? രണ്ട് ഇൻകംസ് ആണുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്കൗണ്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടി? പ്രസൻറ്റ് വാല്യൂ കണ്ടെത്താൻ വേണ്ടി. എന്തുപയോഗിച്ചിട്ടാണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത്? ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻവെസ്റ്ററുടെ റിക്വയർഡ് റേറ്റ് ആണ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? Thus the intrinsic value of a share is the present value of all future benefits. അതുകൊണ്ട് തന്നെ the intrinsic value എന്ന് പറയുന്നത് it is the future അല്ലെങ്കിൽ present value of all future benefits expected to be received from that share. ആ ഷെയറിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഫ്യൂച്ചർ ബെനിഫിറ്റ്സിൻ്റെയും ഡിസ്കൗണ്ടഡ് വാല്യൂ ആണ് എന്തായിട്ട് പറയുന്നത്? പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഫോളോയിങ് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ്ഡ് അണ്ടർ ദിസ് മോഡൽ. ഫസ്റ്റ് വൺ ഈസ് സിംഗിൾ പീരീഡ് വാല്യുവേഷൻ മോഡൽ. സിംഗിൾ പീരീഡ് വാല്യുവേഷൻ മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തേക്ക് മാത്രം ഹോൾഡ് ചെയ്യുകയും ഒരു വർഷം കഴിഞ്ഞാൽ അത് വിൽക്കുകയും ചെയ്യുമെന്നുള്ള അസംഷനിലാണ് നമ്മളത് പഠിക്കുന്നത്.
ഒരു വർഷം മാത്രമേ ആ സെക്യൂരിറ്റി നമ്മൾ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ഒരു വർഷത്തെ മാത്രമാണ് ഡിവിഡൻഡ് നമുക്ക് കിട്ടുന്നുള്ളൂ. മനസ്സിലായല്ലോ? സാധാരണ കേസിൽ ഒരു വർഷത്തിനുള്ളിൽ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഒരു വർഷത്തിലൊരിക്കൽ ഡിവിഡൻഡ് പേ ചെയ്യും എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വർഷം കഴിഞ്ഞാൽ ഇത് വിൽക്കും എന്നുള്ള രീതിയിലാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഒരു വർഷമാണ് അതിൻ്റെ കാലാവധി. അതിനെയാണ് സിംഗിൾ പീരീഡ് വാല്യുവേഷൻ മോഡൽ എന്ന് പറയുന്നത്. ദെൻ ഇൻ ദിസ് മെത്തേഡ് ടു വാല്യൂ എ സ്റ്റോക്ക് വി ഹാവ് ടു ഫസ്റ്റ് ഫൈൻഡ് ദ പ്രസൻറ്റ് ഡിസ്കൗണ്ടഡ് വാല്യൂ of the expected cash flows. Expected cash flow includes both the amount of dividend for the year, ഒരു വർഷമല്ലേ ഉള്ളൂ, dividend for the year and the estimated selling price after 1 year. Here, intrinsic value is calculated and the investor would buy the share only if the current price is lower than the intrinsic value. അപ്പോൾ ഇവിടെ intrinsic value എന്ന് പറയുന്നത് discounted value of the dividend and proceeds from the sales of that share. ആ ഷെയറിൻ്റെ കയ്യിൽ നിന്ന് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്ന ആ ഷെയറിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റും അത് വിറ്റ് കിട്ടുന്ന പണവും, അല്ലെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കും ആ പണവും, ഇതിൻ്റെ ഡിസ്കൗണ്ട് വാല്യൂ ആണ് ഇതിൻ്റെ എന്തായിട്ട് പറയുന്നത്, ഇതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ ആയിട്ട് പറയുന്നു. ആ ഇൻട്രിൻസിക് വാല്യൂ കറണ്ട് വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ അത് വാങ്ങാം, അല്ലെങ്കിൽ അത് വാങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ വാങ്ങാൻ ബെസ്റ്റ് അല്ല, ബെറ്റർ അല്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് കാണുക? ഇതിൻ്റെ ഇക്വേഷൻ എന്താണ് പറയുന്നുണ്ട്? P0 ഈസ് ഈക്വൽ ടു D1 ഡിവൈഡ് ബൈ 1 പ്ലസ് K പ്ലസ് P1 ഡിവൈഡ് ബൈ 1 പ്ലസ് K. ഇനി എന്താണ് P0 എന്ന് പറയുന്നത്? ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്. PV ആണ്, പ്രസൻറ്റ് വാല്യൂ ആണ് പറയുന്നത്, കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്. D1 ദ ഡിവിഡൻഡ് പീരീഡ് അറ്റ് ദ എൻഡ് ഓഫ് 1 ഇയർ, ഒരു വർഷത്തിന് ഉള്ള ഡിവിഡൻ്റാണ്, ഡിവിഡൻഡ് പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് 1 ഇയർ. ഒരു വർഷം കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കാണ് ഡിവിഡൻഡ് പേ ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്ത് ഒരു വർഷത്തിൻ്റെ അവസാനം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൊടുക്കുന്ന ഡിവിഡൻഡ്. K റിക്വയർഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ്. K എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ റിട്ടേൺ, റിക്വയർഡ് റിട്ടേൺ, നമ്മൾ എത്ര ആഗ്രഹിക്കുന്നു അതാണ് റിക്വയർഡ് റിട്ടേൺ. P1 ദ സെല്ലിംഗ് പ്രൈസ് അറ്റ് ദി എൻഡ് ഓഫ് ദ പീരീഡ് 1, ഒരു വർഷത്തേക്കല്ലേ, ആ പീരീഡിന് ശേഷം അത് വിൽക്കുകയാണെങ്കിൽ എത്ര രൂപ കിട്ടും. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇത് വെച്ചിട്ടാണ് നമുക്ക് കണക്കാക്കുക. അപ്പോൾ സിംഗിൾ പീരീഡ് വാല്യുവേഷൻ്റെ ഈ ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ വെച്ചിട്ടുള്ള വാല്യുവേഷൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇക്വിറ്റി ഷെയറിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്സിൻ്റെ ഡിവിഡൻഡ് ഇൻകവും, അതിൽ നിന്ന് ആകെ 2 ഇൻകമല്ലേ ഉള്ളൂ, ഒന്ന് ഡിവിഡൻഡ് ഇൻകവും മറ്റൊന്ന് അത് വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ഇൻകവും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിസ്കൗണ്ട് ഫ്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കൗണ്ട് ചെയ്യപ്പെടുന്നു എന്ത് വെച്ചിട്ട്? നമ്മുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ വെച്ച്. നമ്മുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ വെച്ച് ഡിസ്കൗണ്ട് ചെയ്യപ്പെടുന്ന വാല്യൂ ആണ് അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഇഫ് ദ ഇൻട്രിൻസിക് വാല്യൂ ഈസ് ലോവർ ദാൻ ദ പ്രൈസ് ഓഫ് ദ ഷെയർ then it is suggested to buy or suggested to good to purchase. അത് വാങ്ങാൻ വേണ്ടി സജസ്റ്റ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ അത് വാങ്ങുന്നത് നല്ലതാണെന്ന് പറയപ്പെടുന്നു. ദെൻ അത് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇൻട്രിൻസിക് വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, അത് അല്ലെങ്കിൽ എന്താണ് അത് ബെറ്റർ ആണെന്ന് പറയാൻ പറ്റും. ഇൻട്രിൻസിക് വാല്യൂ നേക്കാൾ കുറവാണ്, അണ്ടർ വാല്യൂഡ് ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ബെറ്റർ ആണ്. ഇനി അതെങ്ങനെ വാല്യൂ ചെയ്യാം ആ ഇക്വേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇക്വേഷൻ എന്നുള്ളതാണ്. ദെൻ P0 ഈസ് ഈക്വൽ ടു D1 ഡിവൈഡ് ബൈ 1 പ്ലസ് K. D1 എന്ന് പറയുന്നത് ഡിവിഡൻഡ് പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് 1 ഇയർ. ദെൻ K ഈസ് ഈക്വൽ ടു റിക്വയർഡ് റേറ്റ് ഓഫ് ഓൺ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നമ്മുടെ റിക്വയർഡ് റേറ്റ് ആണ് പറയുന്നത്. P1 ഈസ് ഈക്വൽ ടു ദ സെല്ലിംഗ് പ്രൈസ് അറ്റ് ദി എൻഡ് ഓഫ് പീരീഡ് 1. P എന്ന് പറയുന്നത് ഫസ്റ്റ് പീരീഡിൽ അവസാനമുള്ള സെല്ലിംഗ് പ്രൈസിനെയാണ് പറയുന്നത്. ഇനി ഒരു ഇല്ലസ്ട്രേഷൻ നമുക്ക് നോക്കാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 4 ആണ്, പേജ് നമ്പർ 123. An investor would like to get a dividend of 16 paisa from a share and want to sell it next year for ₹60 after keeping it for 1 year. The required rate of return is 12%. What will be the present value of this share? അപ്പോൾ അവിടെ ഒരു ഇൻവെസ്റ്റർ
അദ്ദേഹത്തിന് 16 പൈസ ഡിവിഡൻഡ് കിട്ടണമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ 60 രൂപയ്ക്ക് ഒരു വർഷം കൈവശം വെച്ചതിന് ശേഷം 60 രൂപ അത് വിൽക്കുമ്പോൾ 60 രൂപ കിട്ടണമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ റിക്വയർഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് റിട്ടേൺ എന്ന് പറയുന്നത് 12% ആണ്. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയാണ്, എത്ര രൂപ കൊടുത്തിട്ട് നമുക്കത് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ PV എത്രയാണ് അതിൻ്റെ. അപ്പോൾ ഹിയർ കെ എന്ന് പറയുന്നത് 12%, നമ്മുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 12% ആണ്. D1 എന്ന് പറയുന്നത്, D1 നമ്മൾ നേരത്തെ പറഞ്ഞെന്താണ് D1, ദ ഡിവിഡൻഡ് പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് 1 ഇയർ, അല്ലെ, ഒരു വർഷം കഴിയുമ്പോൾ കൊടുക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് 16 പൈസയാണ്, 0.16. ആൻഡ് P1 ഈസ് ഈക്വൽ ടു ₹60. P1 എന്ന് പറയുന്നത് എന്താണ്, ദ സെല്ലിംഗ് പ്രൈസ് അറ്റ് ദി എൻഡ് ഓഫ് ദ പീരീഡ്. ദെൻ P0 ഈസ് ഈക്വൽ ടു D1 ഡിവൈഡ് ബൈ 1 + K പ്ലസ് P1 ഡിവൈഡ് ബൈ 1 + K. ദെൻ D1 എന്ന് പറയുന്നത് 0.16 ഡിവൈഡ് ബൈ 1.12. 1.12 എന്ന് പറയാൻ കാരണം 1 + K ആണ്. K ഈസ് ഈക്വൽ ടു 12 പൈസയാണ്. ദെൻ 1.12 പ്ലസ് 60 ഡിവൈഡ് ബൈ 1.12 ഈസ് ഈക്വൽ ടു, ആ കാൽക്കുലേഷൻ കുട്ടികൾ നോക്കുക, ഈസ് ഈക്വൽ ടു ₹53.71. If the stock was selling for 53.71 or less, it would better to purchase, and it is based on this analysis. ഈ അനാലിസിസ് അനുസരിച്ച് 53 രൂപ 71 പൈസയേക്കാൾ കുറവോ അല്ലെങ്കിൽ ആ പൈസയ്ക്കോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവോ ഷെയർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അത് നല്ലതാണ്, ബെറ്ററാണ്, ആ ഡിസിഷൻ നല്ലതാണെന്നാണ് ഈ അസസ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ സിംഗിൾ പീരീഡ് വാല്യുവേഷൻ മോഡലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ഇക്വിറ്റി ഷെയർ നമ്മൾ ഒരു വർഷം മാത്രമേ ഹോൾഡ് ചെയ്യുന്നു. ഒരു വർഷം ഹോൾഡ് ചെയ്ത് വിൽക്കുന്ന ഷെയറുകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് വിൽക്കുന്ന ഇക്വിറ്റി ഷെയറിൻ്റെ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ സിംഗിൾ പീരീഡ് വാല്യുവേഷൻ മോഡൽ എന്ന് പറയുന്നത്. ഒരു വർഷം മാത്രം ഹോൾഡ് ചെയ്യുന്നു, ഒരു പീരീഡ് മാത്രം ഹോൾഡ് ചെയ്യുന്നു. അവിടെ നമുക്ക് ആകെ വരുന്നത് 3 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, ആ വർഷം കിട്ടുന്ന ഡിവിഡൻഡ്. 2, ആ വർഷം അവസാനം അത് വിൽക്കുമ്പോൾ കിട്ടുന്ന പണം. 3, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ. ഇത് 3 ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത് ചെയ്യാൻ. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ്. അതുപയോഗിച്ച് കുട്ടികൾ അത് വർക്ക് ചെയ്ത് നോക്കുക. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.